6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 2 വരുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഹാവ് യു എവർ ഡ്രീംഡ് ഓഫ് ഗോയിങ് എ ബിഗ് അഡ്വെഞ്ചർ? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു വലിയ അഡ്വെഞ്ചർ ആയിട്ടുള്ള ഒരു സാഹസികമായിട്ടുള്ള ഒരു യാത്രയൊക്കെ പോകുന്നതിനെ കുറിച്ച് നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഡു യു തിങ്ക് ഇഫ് ഇറ്റ് വുഡ് ബി എ ട്രാവൽ ടു സ്പേസ്? അങ്ങനെയുള്ള ആ ഒരു യാത്ര ഒരു സ്പേസിലേക്കുള്ള ബഹിരാകാശത്തേക്കുള്ള ഒരു യാത്രയാണെങ്കിലോ അപ്പോൾ എങ്ങനെ ഉണ്ടാകുന്ന ചോദിക്കുന്നത്. വാട്ട് ഇഫ് എ മൗസ് ഗോസ് ടു സ്പേസ്? ആ ഒരു സ്പേസിലേക്ക് പോകുന്നത് ഒരു മൗസ് ആയാലോ അല്ലേ, ഒരു എലിയാണ് ഇങ്ങനെ ഈ ബഹിരാകാശ യാത്ര ചെയ്യുന്നതെങ്കിലോ? ലെറ്റ് us റീഡ് ദ സ്റ്റോറി. അങ്ങനെ ഒരു എലി അല്ലെങ്കിൽ ഒരു മൗസ് ബഹിരാകാശത്തേക്ക് പോയിട്ടുള്ള ഒരു യാത്രയെക്കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, സ്റ്റോറിയുടെ പേരെന്താ വരുന്നത്? മൗസ്ട്രോണേറ്റ് എന്നാണ് അല്ലേ. ഇവിടെ നമ്മൾ ആസ്ട്രോനട്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം ബഹിരാകാശ സഞ്ചാരികളെ നമ്മൾ ആസ്ട്രോനട്സ് എന്നാ പറയാം. അപ്പോൾ ഇവിടെ ഒരു മൗസ് ബഹിരാകാശത്തേക്ക് പോയിട്ടുള്ളതാ, അതുകൊണ്ടാണ് ഇതിൻ്റെ സ്റ്റോറിയുടെ പേര് മൗസ്ട്രോണറ്റ് എന്ന് കൊടുത്തിട്ടുള്ളത് അല്ലേ. ബഹിരാകാശത്തേക്ക് പോയിട്ടുള്ള ഒരു എലിയുടെ സ്റ്റോറിയാണ് വരുന്നത്. അപ്പോൾ നോക്കാം. ദി സ്പേസ് ഷട്ടിൽ ഈസ് സെറ്റ് ഫോർ എ ലോഞ്ച്. സ്പേസ് ഷട്ടിൽ അല്ലേ, ഈ ബഹിരാകാശത്തേക്ക് പോകുന്ന ആ ഒരു പേടകം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു വാഹനം, അത് ലോഞ്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വിക്ഷേപണത്തിനായിട്ട് പുറപ്പെടാനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. And the astronauts are doing their last minute training to prepare for the mission. Astronauts എന്ന് വെച്ചാൽ ബഹിരാകാശ സഞ്ചാരികൾ കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിയാത്ത വേർഡ്സിൻ്റെ ഒക്കെ മീനിങ് സൈഡിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ നോക്കുക. അപ്പോൾ ആസ്ട്രോനട്സ് ഒക്കെ ആ ഒരു മിഷന്, ആ ഒരു ദൗത്യത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് അല്ലേ. ആ ദൗത്യത്തിന് വേണ്ടി തയ്യാറെടുക്കാനായിട്ട് അവർ ആ ലാസ്റ്റ് മിനിറ്റ് ട്രെയിനിങ്ങിലാണ് അവരൊക്കെ ഉള്ളത്. നമ്മൾ ഇതുപോലെ ബഹിരാകാശത്തേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതുപോലെ ഇവരും ബഹിരാകാശത്തേക്ക് പോകാനുള്ള അവരുടെ അവസാന ഘട്ട ട്രെയിനിങ്ങിലാണ് ഉള്ളത്. അങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നാസ ഈസ് സെൻഡിങ് എലോങ് സം സ്പെഷ്യൽ ഗസ്റ്റ് ഫോർ ദിസ് ഫ്ലൈറ്റ് ആൻഡ് ദേ ആർ ട്രെയിനിങ് ടു. നാസ ഈ ഒരു ഫ്ലൈറ്റിൽ ബഹിരാകാശത്തേക്ക് പോകുന്ന ആ ഒരു പേടകത്തിൽ ഇപ്രാവശ്യം അവരെന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഗസ്റ്റുകളെ, സ്പെഷ്യലായിട്ടുള്ള കുറച്ച് അതിഥികളെ കൂടി അയക്കുന്നുണ്ട്. ആൻഡ് ദേ ആർ ട്രെയിനിങ് ടു. അവർക്കും ഇവിടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നാസ എന്ന് വെച്ചാൽ നമ്മൾ ഈ ബഹിരാകാശത്തേക്കൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട്, ബഹിരാകാശ പഠനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉള്ള ഒരു US ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് നാസ എന്ന് പറയുന്നത്. അവരാണ് ഈ ബഹിരാകാശത്തേക്കുള്ള ഇതുപോലെ ആസ്ട്രോനട്സിനൊക്കെ അയക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു മിഷന് വേണ്ടിയിട്ട് എല്ലാവരും പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ. ആസ്ട്രോനട്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അല്ലേ, ബഹിരാകാശത്തേക്ക് പോകുന്ന ആളുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഗസ്റ്റുകളും ഉണ്ടെന്നാണ് പറയുന്നത്. അവർക്കൊക്കെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ വൺ മൗസ് ഈസ് സ്മോളർ ദാൻ ഓൾ ദി റെസ്റ്റ്. അതിലെ ഒരു മൗസ് മാത്രം ആ സ്പെഷ്യൽ ഗസ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ സ്പെഷ്യൽ ഗസ്റ്റുകൾ ആരാ? ഈ എലികളാണ് അല്ലേ. ആ എലികളിൽ ഒന്ന് മാത്രം അതിലുള്ള ഒരു എലി മാത്രം ബാക്കിയുള്ളതിനേക്കാളെല്ലാം ചെറുതാണെന്നാണ് പറയുന്നത്. ഹിസ് നെയിം ഈസ് മെറ്റിയർ. അതിൻ്റെ പേര്? മെറ്റിയർ എന്നാണ് അതിൻ്റെ പേര്. ദി അതർ മൈസ് നോ ഹി വുഡൻ ബി ചൂസൺ ഫോർ ദിസ് ഇമ്പോർട്ടൻറ്റ് മിഷൻ. മറ്റുള്ള മൈസുകൾക്കില്ലേ, ബാക്കിയുള്ള എലികൾ, മൈസ് എന്ന് വെച്ചാൽ എലികൾ. എലി, മൗസ് എന്ന് പറയുന്ന വേർഡിൻ്റെ പ്ലൂരലാണ് അല്ലേ. മൗസ് എന്ന് വെച്ചാൽ എലി, മൈസ് എന്ന് വെച്ചാൽ എലികൾ എന്നാണ്. അപ്പോൾ ബാക്കിയുള്ള എലികൾക്കൊക്കെ അറിയായിരുന്നു ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും അവനെ, ആ സ്മോൾ ആയിട്ടുള്ള ആ ഒരു എലിയെ ഒരിക്കലും സെലക്ട് ചെയ്യൂല എന്ന് അവർക്കൊക്കെ അറിയായിരുന്നു. ബട്ട് സമ്മൺ ഹാസ് ഹിസ് ഐ ഓൺ മെറ്റിയർ. പക്ഷേ ആരോ ഒരാൾ അവനിൽ കണ്ണ് വെച്ചിരിക്കുക എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ആർക്കും ഒരാൾക്ക് അവനെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. ആൻഡ് ഹി ഈസ് ഇംപ്രസ്ഡ് വിത്ത് ദ ലിറ്റിൽ മൗസസ് ഹാർഡ് വർക്ക്. ആ ലിറ്റിൽ മൗസിൻ്റെ, ആ ചെറിയ എലിയുടെ ഹാർഡ് വർക്കിൽ അയാൾ ഭയങ്കര ഇംപ്രസ്ഡ് ആയിട്ടുണ്ട് അല്ലേ. ഇവിടെ കണ്ടല്ലോ പിക്ചർ തന്നിരിക്കുന്നത്. ഈ ബഹിരാകാശത്തേക്ക് പോകാനായിട്ട് റെഡി ആയി നിൽക്കുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ കുറച്ച് എലികളുണ്ട് അല്ലേ. ദെൻ ദി ഷട്ടിൽ കമാൻഡർ അനൗൺസേഴ്സ് ദാറ്റ് 6 mice വിൽ ബി സെലക്റ്റഡ് ഫോർ ദി ഫ്ലൈറ്റ്. ദെൻ ആ ഷട്ടിൽ കമാൻഡറിലെ, ആ ഒരു ബഹിരാകാശ പേടകത്തിൻ്റെ കമാൻഡർ ഉണ്ടാവുമല്ലോ, അദ്ദേഹം അനൗൺസ് ചെയ്യാണ് 6 എലികളെ ഈ ഒരു ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് അല്ലേ. ഹി പിക്സ് 5 ഓഫ് ദി ബിഗ്ഗസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് മൈസ്. അദ്ദേഹം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നത് 5 സ്ട്രോങ് ആയിട്ടുള്ള, അതുപോലെ നല്ല ബിഗ് ആയിട്ടുള്ള അല്ലേ, നല്ല ശക്തരും നല്ല വലിപ്പവും ഒക്കെയുള്ള 5 പേരെയായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഫോർ ദി 6th സ്പോട്ട്
ടു എവ്രി വൺസ് സർപ്രൈസ് ഹി ചൂസസ് മെറ്റിയർ. പക്ഷേ 6ാമത്തെ സ്പോട്ടിലെ 6ാമത്തെ ആളായിട്ട് എല്ലാവരെയും സർപ്രൈസ് ആക്കിക്കൊണ്ട് അദ്ദേഹം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മെറ്റിയറിനെ ആയിരുന്നു. All 6 are taken to their new home, a special cage called the Mouse Hotel. അങ്ങനെ ഈ 6 പേരെയും സെലക്ട് ചെയ്തിട്ടുള്ള 6 എലികളെയും എന്ത് ചെയ്യാണ് അവരുടെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോവുക. പുതിയ വീട് എന്ന് വെച്ചാൽ ഈ ബഹിരാകാശ പേടകത്തിനകത്ത് ആ സ്പേസ് ഷട്ടിലിനകത്ത് അവർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കേജ്, സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കൂട്. എന്താ കൂടിൻ്റെ പേര്? മൗസ് ഹോട്ടൽ എന്ന് പറയുന്ന കൂട്. അതിലേക്ക് എന്ത് ചെയ്യാണ് ഇവരെ 6 പേരെയും കൊണ്ടുപോകുക എന്നാണ് പറയുന്നത്. The other mice are nervous as the countdown begins, but not Meteor. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അല്ലേ, കൗണ്ട് ഡൗൺ എന്ന് വെച്ചാൽ എന്താ, ഈ സ്പേസ് ഷട്ടിൽ ബഹിരാകാശ പേടകമൊക്കെ വിടുന്നതിന് മുന്നേ ആയിട്ട് ഇങ്ങനെ 10, 9, 8 അങ്ങനെ പറയില്ലേ. അപ്പോൾ അങ്ങനെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ബാക്കിയുള്ള എലികളൊക്കെ ആകെ നെർവസാണ്, ആകെ പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. ബട്ട് നോട്ട് മെറ്റ്യൂർ. പക്ഷേ മെറ്റ്യൂറിന് മാത്രം എന്താ ഒരു പേടിയില്ല അല്ലേ. മെറ്റ്യൂർ ഒഴികെ ബാക്കിയുള്ളവരൊക്കെ ആകെ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുകയാണ്. ദെൻ ഇവിടെ താഴെ അതിൻ്റെ പിക്ചർ തന്നിട്ടുണ്ടല്ലേ, ആ ഒരു സ്പേസ് ഷട്ടിലിൻ്റെ ഒരു ചിത്രമാണ് തന്നിട്ടുള്ളത്. ഇതിലാണ് അവർ പോകുന്നത് അല്ലേ. ദെൻ താഴെ എന്താ ആ കൗണ്ട് ഡൗൺ കൊടുത്തിരിക്കുകയാണ് അല്ലേ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ലിഫ്റ്റ് ഓഫ് എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ് ആ ഒരു സ്പേസ് ഷട്ടിൽ ലോഞ്ച് ചെയ്യാണ്, മുകളിലേക്ക് ഉയരാണ് അല്ലേ. At the first, the mice are pressed flat against their cages by the power of the launch. ആ സ്പേസ് ഷട്ടിൽ എന്താ ആ ഒരു പേടകം ഉയരുന്ന സമയത്ത് ആ ഉയരുന്ന ആ ഒരു പവർ, ആ ലോഞ്ച് ചെയ്യുന്ന ആ ഒരു പവറിൽ അല്ലേ, ആ താഴത്തുനിന്ന് ഇങ്ങനെ മുകളിലേക്ക് ഉയരാണ്. ആ ഒരു ശക്തി, ഭയങ്കര ശക്തിയിലായിരിക്കുമല്ലോ ഉയരുന്നുണ്ടാവുക. ആ ഒരു ശക്തിയിൽ അവരൊക്കെ എന്താ ആ എലികളൊക്കെ തന്നെ ഇവരുടെ കൂട്ടിൽ എന്താ ആകെ പ്രസ്ഡ് ഫ്ലാറ്റായിട്ട് കിടക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ആ കൂട്ടിനെതിരെ അവരെല്ലാം കൂടി ഇങ്ങനെ എന്താ ആ ഒരു പ്രഷറിലാകെ ഫ്ലാറ്റായി പോയെന്നാണ് പറയുന്നത്. But then the pressure goes away. The other mice cling to their cage in terror. Then എന്താ ആ പ്രഷർ ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് പ്രഷർ ഇങ്ങനെ കുറഞ്ഞു വരുമല്ലോ അല്ലേ. കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ഈ എലികളൊക്കെ എന്താ പേടി കൊണ്ട് അവരെന്ത് ചെയ്യാണ് ആ കേജിൻ്റെ ആ കൂട്ടിൻ്റെ കമ്പിയിലൊക്കെ ഇങ്ങനെ മുറുകെ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കണ്ടല്ലോ ആ ഒരു പിക്ചറിൽ, അതുപോലെ അവരൊക്കെ നിൽക്കുക ചെയ്യുന്നത്. ബട്ട് നോട്ട് ദ മെറ്റ്യൂർ. പക്ഷേ മെറ്റ്യൂർ അങ്ങനെ അല്ലായിരുന്നു അല്ലേ. അവനങ്ങനെ പേടിച്ച് അതിൽ മുറുകെ പിടിച്ചിരിക്കുകയൊന്നുമല്ല ചെയ്യുന്നുണ്ടായിരുന്നത്. ഹി ലവ്സ് ദ ഫീലിംഗ് ഓഫ് വെയ്റ്റ്ലെസ്നെസ്സിൻ്റെ അല്ലേ, ആ ഭാരമില്ലായ്മയുടെ ആ ഒരു ഫീലിംഗ് അത് അവന് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ എന്താ സ്പേസിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ വെയിറ്റ് ഇല്ലാതെ ആവൂലേ, നമ്മൾ എയറിലൊക്കെ ഇങ്ങനെ എന്താ പാറി നടക്കുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക. അതെന്ത് ചെയ്യാണ് ആ ഒരു ഫീല് അവന് ഒരുപാട് ഇഷ്ടപ്പെടുകയാണ്, അത് അവന് എൻജോയ് ചെയ്യുന്നത്. ഹേ ലിറ്റിൽ ഗൈ, ദി കമൻഡർ സേസ്. എന്താ ഹേ ലിറ്റിൽ ഗൈ, കൊച്ചുകുട്ടി, ചെറിയ കുട്ടി എന്ന് എന്താ കമൻഡർ വിളിക്കുകയാണ്. യു ആർ നാച്ചുറൽ, എ റിയൽ ലൈവ് മോൺസ്ട്രോനേറ്റ്. നീയാണ് ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ള, സ്വാഭാവികമായിട്ടുള്ള ഒരു റിയൽ ലൈവായിട്ടുള്ള അല്ലേ, ഒരു യഥാർത്ഥ ജീവനുള്ള ഒരു മോൺസ്ട്രോനേറ്റ് നീയാണെന്ന് അവനോട് പറയാല്ലേ. മറ്റുള്ളവരൊക്കെ പേടിച്ച് നിൽക്കുമ്പോൾ ഇവനത് ഒരുപാട് ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്ത് നടക്കുകയാണ്, അതുകൊണ്ട് അവനോട് അങ്ങനെ പറയുന്നത് അല്ലേ. മെറ്റിയർ ഈസ് ടേക്കൺ ഫ്രം ഹിസ് കേജ് ആൻഡ് ഗെറ്റ്സ് എ ടൂർ ഓഫ് ദി ഷട്ടിൽ. എന്താ മെറ്റിയറിനെ ആ ഒരു കേജിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. അവന് എന്താ അത് ഒരുപാട് ഇഷ്ടമായി, പേടിയൊന്നും ഇല്ലാണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ എന്ത് ചെയ്യാണ് കമാൻഡർ അവനെ ആ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ആക്കുകയാണ്. ദെൻ അവൻ എന്ത് ചെയ്യാണ് ആ ഒരു ഷട്ടിലിൽ അവനൊരു ടൂറ് പോലെ ആക്കുകയാണ് അല്ലേ. ഒരു ടൂറ് പോയ പോലെയുള്ള ഒരു ഫീല് അവന് ആ ഒരു ഷട്ടിലിൽ നിന്ന് ലഭിക്കുക എന്നാണ് പറയുന്നത്. ഹി ക്യാൻ എവൻ സീ ദ എർത്ത് വേ ഓഫ് ഇൻ ദ ഡിസ്റ്റൻസ്. അവന് എന്താ ഒരുപാട് ദൂരെയുള്ള എന്താ അകലെയുള്ള ഭൂമി പോലും അവന് അവിടെ നിന്ന് കാണാൻ കഴിയുമായിരുന്നു അല്ലേ. ദെൻ the astronauts are all very busy during the 14-day flight. എല്ലാ ആസ്ട്രോനേറ്റ്സും ബഹിരാകാശ സഞ്ചാരികളെല്ലാം തന്നെ ഇവിടെ ഈ ഒരു 14-day ഫ്ലൈറ്റിലെ ഈ 14 ദിവസത്തെ ആ ഒരു ഫ്ലൈറ്റിലെ ആ ഒരു യാത്രയിൽ അവരൊക്കെ ഭയങ്കര ബിസിയാണ്. There are space walks to take and experiments to conduct. അവർക്ക് സ്പേസ് വാക്ക് നടത്താനുണ്ട് അല്ലേ, ബഹിരാകാശത്തൂടെ നടക്കണം. ദെൻ അതുപോലെ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ്, പരീക്ഷണങ്ങളൊക്കെ ഒരുപാട് നടത്താനൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവരൊക്കെ ഭയങ്കര ബിസിയാണ്. ബട്ട് വാട്ട് ക്യാൻ മെറ്റ്യൂർ ടു ഡു ടു ഹെൽപ്പ്? അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മെറ്റ്യൂറിന് എന്ത് ചെയ്യാൻ കഴിയൂലേ, അവന് ചെറുതല്ലേ. ദെൻ
While answering emails, one of the astronauts notices the key to the control panel stuck between the monitors. Then എന്താ ഇമെയിലുകൾക്കൊക്കെ ഉത്തരം നൽകിക്കൊണ്ടിരിക്കുന്ന ഇമെയിൽസിനൊക്കെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്ന അവരുടെ ഇടയിലുള്ള ഒരു ആസ്ട്രോനേറ്റ് അദ്ദേഹം ആ സമയത്ത് ഇമെയിൽസിനൊക്കെ റിപ്ലൈ കൊടുത്തുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ആ ടൈമിൽ അദ്ദേഹം കാണുകയാണ് അവരുടെ കൺട്രോൾ പാനലിൻ്റെ കീയിലെ കൺട്രോൾ പാനലിൻ്റെ ചാവി എന്തായിട്ടുണ്ട് മോണിറ്ററുകൾക്കിടയിലായിട്ട് സ്റ്റെക്കായി കുടുങ്ങിക്കിടക്കുന്നതായിട്ട് അദ്ദേഹം കാണുകയാണ്. When he tries to get it out, it accidentally gets wedged farther down. അദ്ദേഹം അത് തിരിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ കിട്ടാൻ വേണ്ടിയിട്ട്. ദെൻ പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയോ ഇല്ല. അത് എടുക്കാൻ ശ്രമിച്ച സമയത്ത് അതെന്താവുക ചെയ്ത് കൂടുതൽ ആഴത്തിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ഇടുങ്ങിയ സ്ഥലത്തേക്ക് അത് ആ ഒരു കീ പോവുകയാണ് ചെയ്തത്. ദിസ് ഈസ് നോട്ട് ഗുഡ് സേ ദി കമൻറ്റർ. എന്താ ഇത് അത്ര നല്ലതിനൊന്നും അല്ലാന്ന് എന്താ കമൻറ്റർ പറയാണ് അല്ലേ. വി നീഡ് ദാറ്റ് കീ ബാക്ക്. നമുക്ക് ആ കീ തിരിച്ച് വേണം. വൺ ആസ്ട്രോനേറ്റ് ട്രൈസ് ടു മൂവ് ദി മോണിറ്റർ. ഇറ്റ് ഡസ് ഇൻ ബഡ്സ്. എന്താ ഒരു ആസ്ട്രോനേറ്റ് എന്ത് ചെയ്യാണ് ആ ഒരു മോണിറ്റർ നീക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് നോക്കുകയാണ് അല്ലേ. ഇറ്റ് ഡസ് ഇൻ ബഡ്സ്. പക്ഷേ അത് അവിടുന്ന് നീങ്ങിയില്ല അല്ലേ. അവിടുന്ന് അത് അനങ്ങുന്നുണ്ടായിരുന്നില്ല. അനദർ സ്ലിപ്സ് ഹെർ ഫിംഗേഴ്സ് ഇൻ ടു ദി ക്രാക്ക്. വേറെ ഒരാൾ എന്താ ചെയ്യുന്നത് ആ വിടവുകൾക്കിടയിലൂടെ അദ്ദേഹത്തിൻ്റെ വിരലുകൾ കടത്തി നോക്കുകയാണ് അല്ലേ എടുക്കാൻ പറ്റുമെന്ന്. ബട്ട് ദ കീ ഈസ് സ്റ്റക്ക് ഡൗൺ ടു ഡീപ്പ്. പക്ഷേ ആ ചാവി എന്തായിരുന്നു വളരെ ആഴത്തിലല്ലേ താഴേക്ക് ഭയങ്കര ആഴത്തിലത് സ്റ്റെക്കായി കുടുങ്ങിക്കിടക്കായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വൺ എവൻ ട്രൈസ് പുഷിങ് ഇറ്റ് ഔട്ട് വിത്ത് എ ലോങ് പീസ് ഓഫ് മെറ്റൽ. അതുപോലെ ഒരാൾ എന്ത് ചെയ്തു നോക്കി അദ്ദേഹം ഒരു ലോങ് പീസ് ഓഫ് മെറ്റലിലെ ഒരു നീളമുള്ള ഒരു ലോഹ കഷ്ണം എടുത്തിട്ട് എന്ത് ചെയ്യാണ് ആ കീനെ പുറത്തേക്ക് പുഷ് ചെയ്യാനല്ലേ പുറത്തേക്ക് തള്ളിയിടാനൊക്കെ ആയിട്ട് ശ്രമിച്ച് പോലും നോക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് വിത്ത് നോ ലക്ക്. പക്ഷേ ആർക്കും ഭാഗ്യമില്ലായിരുന്നു. നോ വൺ ക്യാൻ റീച്ച് ഇറ്റ്. ആർക്കും അതിലേക്ക് എത്താനായിട്ടില്ലേ ആ കീ എടുക്കാനായിട്ട് പറ്റിയില്ല. ദി ആസ്ട്രോനേറ്റ്സ് ആർ ഗെറ്റിംഗ് വെറീഡ്. ആസ്ട്രോനേറ്റ്സ് ഒക്കെ ആകെ വെറീഡ് ആയില്ലേ. ആകെ കൂടെ എല്ലാവർക്കും ടെൻഷൻ ആയില്ലേ അത് കിട്ടായിട്ട്. But as they discuss the problem, a tiny figure has an idea. അവർ ഈ ഒരു പ്രോബ്ലം ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ അത് എടുക്കുമെന്നില്ലേ. ആ സമയത്ത് ആ ടൈനി ഫിഗർ എന്ന് വെച്ചാൽ ആ ചെറിയ രൂപത്തിന് ഒരു ഐഡിയ തോന്നുകയാണ് അല്ലേ. ചെറിയ രൂപം എന്ന് വെച്ചാൽ അവരിൽ ഏറ്റവും ചെറിയ ഒരു മൗസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അവനൊരു ഐഡിയ തോന്നുകയാണ്. ബീങ് ദ സ്മോളസ്റ്റ് ഈസ് ഇൻ എ ബാഡ് തിങ്. മെറ്റിയോർ സേസ് ടു ഹിംസെൽഫ്. എന്താ ഒരു ചെറുതായിരിക്കുക അല്ലെങ്കിൽ ചെറിയ ആളായിരിക്കുക എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട ഒരു കാര്യമൊന്നുമല്ല. മെറ്റിയോർ സേസ് ടു ഹിംസെൽഫ്. മെറ്റിയോർ അവനോട് തന്നെ പറയാണില്ലേ മേ ബി ഐ ക്യാൻ ബി യൂസ്ഫുൾ ഓൺ ദിസ് ഫ്ലൈറ്റ്. ഈ ഒരു ഫ്ലൈറ്റിൽ ഈ ഒരു യാത്രയിൽ അല്ലെങ്കിൽ ഈ ഒരു പറക്കലിൽ എനിക്ക് യൂസ്ഫുൾ ആകാൻ എന്നെക്കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും എന്നവന് എന്താ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ദെൻ മെറ്റിയോർ സ്ക്യൂസസ് ഹിസ് വേ ഇൻ ടു ദി ക്രാക്ക്. മെറ്റിയോർ എന്ത് ചെയ്യാണ് അവനെ ആ ഒരു ക്രാക്കിലേക്ക് ആ ഒരു വിടവിലേക്ക് എന്ത് ചെയ്യുക സ്ക്വീസ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ഞെരുങ്ങി കയറുകയാണ് അല്ലേ. അവൻ ചെറുതാണ് അതുകൊണ്ട് അവൻ വിടവിലേക്ക് കയറാനായിട്ട് പറ്റൂ അല്ലേ. ഇവിടെ പിക്ചർ ഉണ്ടല്ലോ. ദെൻ അവൻ എന്ത് ചെയ്യുക അതിലേക്ക് ഇങ്ങനെ ഞെരുങ്ങി കയറി. ദി സ്പേസ് ഈസ് ഡാർക്ക് ആൻഡ് ക്രാംഡ്. ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് കീ കിടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എന്തായിരുന്നു ഇരുണ്ടതായിരുന്നു അതുപോലെ ഇടുങ്ങിയതുമായിരുന്നു അല്ലേ. ബട്ട് മെറ്റിയോർ സ്പോട്സ് ദ കീ ആൻഡ് ടെക്സ് അറ്റ് ഇറ്റ് വിത്ത് ഓൾ ഹിസ് മൈറ്റ്. ദെൻ അവൻ എന്ത് ചെയ്യാണ് ആ ഇരുണ്ടതാണെങ്കിലും അവൻ എന്ത് ചെയ്യാണ് അവിടെ നിന്ന് ആ കീ കണ്ടുപിടിക്കുകയാണ് അല്ലേ. കീ കണ്ടെത്തുകയും അവൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് അവനത് അവിടെ നിന്ന് വലിച്ചെടുക്കുകയും ചെയ്തു. ഹേയ് ലുക്ക് അറ്റ് വാട്ട് അവർ ടൈനി ഫ്രണ്ട് ഹാസ് ഡൺ, ദി കമൻഡർ സേസ്. ഹീ സേവ്ഡ് ദ മിഷൻ. നമ്മുടെ ടൈനി ഫ്രണ്ടിലെ നമ്മുടെ ഈ കൊച്ചു സുഹൃത്ത് എന്താ ചെയ്തതെന്ന് നോക്കൂന്ന് കമൻഡർ എല്ലാവരോടും പറയാം അല്ലേ. ഹീ സേവ്ഡ് ദ മിഷൻ. അവന് നമ്മുടെ ഈ ഒരു മിഷൻ ഈ ഒരു ദൗത്യത്തെ സേവ് ചെയ്തു രക്ഷിച്ചു എന്ന് പറയാണ് അല്ലേ. ആ കീ കിട്ടിയില്ലായിരുന്നെങ്കിൽ അവരാകെ കുടുങ്ങിയിട്ടുണ്ടാവുമായിരുന്നു അല്ലേ. ദെൻ വെൻ ദി ഷട്ടിൽ റിട്ടേൺ ടു എർത്ത്. ദെൻ ആ ഷട്ടില് ആ ഒരു എന്താ ബഹിരാകാശ പേടകം തിരിച്ച് എർത്തിലേക്ക് ഭൂമിയിലേക്ക് എത്തിയ സമയത്ത് മെറ്റിയോർ ഈസ് ഡിക്ലെയർഡ് എ ഹീറോ. മെറ്റിയോറിനെ ഒരു ഹീറോയായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഹീസ് എവൻ ഗിവൺ എ ബ്രാൻഡ് ന്യൂ യൂണിഫോം ആൻഡ് ആൻ ഒഫീഷ്യൽ ടൈറ്റിൽ മോസ്ട്രോനറ്റ്. ദെൻ അതുപോലെ തന്നെ അവനൊരു
ബ്രാൻഡ് ന്യൂ യൂണിഫോം കിട്ടി. അതുപോലെ തന്നെ ഒരു ഒഫീഷ്യൽ ടൈറ്റിൽ അല്ലേ, ഒഫീഷ്യലായിട്ടുള്ള ഒരു പേരും അവന് കിട്ടിയിരുന്നു. എന്തായിരുന്നു പേര്? മോസ്ട്രോനെറ്റ് എന്ന് അല്ലേ. നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ഹെഡിങ് ആയി കൊടുത്തിട്ടുള്ള ആ ഒരു മോസ്ട്രോനെറ്റ് ആണ് അവന് കിട്ടിയിട്ടുള്ള ഒരു പേര്. ദെൻ ഓൾ ദി ആസ്ട്രോനേറ്റ്സ് ചിയർ ആൻഡ് അപ്ലോഡ്. ആസ്ട്രോനറ്റ്സ് എല്ലാം, ബഹിരാകാശ സഞ്ചാരികളെല്ലാം തന്നെ ചിയർ ചെയ്യുകയും അപ്ലോഡ് ചെയ്യുകയെന്ന് വെച്ചാൽ എന്താ? ചിയർ ചെയ്യുകയെന്ന് വെച്ചാൽ സന്തോഷിക്കുകയും ആർപ്പ് വിളിക്കുകയും കൈയൊട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ബട്ട് മെറ്റിയോർ ഈസ് ഓൾറെഡി തിങ്കിങ് അബൌട്ട് ഹിസ് നെക്സ്റ്റ് ബിഗ് മിഷൻ. പക്ഷേ മെറ്റിയോർ എന്താ ചെയ്യുന്നത്? അവൻ ഇതിനകം തന്നെ അവൻ്റെ അടുത്ത ബിഗ് മിഷനെ കുറിച്ച്, വലിയ ദൗത്യത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള സ്റ്റോറി. ഇനി ഇതിൽ വരുന്ന സൈഡ് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത്, വൈ ഡിഡ് ദ അതർ മൈസ് തിങ്ക് മെറ്റിയോർ വുഡ് നോട്ട് ബി ചൂസൺ ഫോർ ദി മിഷൻ? എന്തുകൊണ്ടാണ് ബാക്കിയുള്ള എലികൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് മെറ്റിയോറിനെ ഒരിക്കലും ആ ഒരു മിഷന് വേണ്ടി സെലക്ട് ചെയ്യൂല എന്നുള്ളത് അല്ലേ? എന്തായിരുന്നു അതിനുള്ള കാരണം? ദി അതർ മൈസ് തോട്ട് മെറ്റിയോർ വുഡ് നോട്ട് ബി ചോസൺ ബിക്കോസ് ഹി വാസ് സ്മോളർ ദാൻ ഓൾ ദി റെസ്റ്റ് അല്ലേ? ബാക്കിയുള്ള എലികളെക്കാളും ഏറ്റവും ചെറുതായിരുന്നു മെറ്റിയോർ. അതുകൊണ്ടാണ് അവനെ സെലക്ട് ചെയ്യൂല എന്ന് അവരൊക്കെ വിചാരിച്ചിരുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് മെറ്റിയോർ ഫീൽ ഡ്യൂറിങ് ദി ലോഞ്ച് ഓഫ് ദി സ്പേസ് ഷട്ടിൽ? ആ സ്പേസ് ഷട്ടിലിൻ്റെ ലോഞ്ചിൻ്റെ സമയത്തിലെ വിക്ഷേപണ സമയത്ത് മെറ്റിയോറിന് എന്താണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് ചോദിക്കുന്നത്. എന്തായിരുന്നു? Meteor loved the feeling of weightlessness and was not scared like the other mice. മെറ്റിയോർ ആ ഒരു വെയ്റ്റ്ലെസ്നെസ്സിൻ്റെ, ആ ഭാരമില്ലായ്മയുടെ ആ ഒരു ഫീല് അവന് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതുപോലെ ബാക്കിയുള്ള എലികളെ പോലെ അവന് പേടിയും ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ്, why does Meteor believe that being ദി സ്മോളസ്റ്റ് ഇസ് ഇൻ എ ബാഡ് തിങ്? ഒരു സ്മോളസ്റ്റ് ആയിരിക്കുക അല്ലെങ്കിൽ ഏറ്റവും ചെറുതായിരിക്കുക എന്ന് പറയുന്നത് ഒരു ബാഡ് കാര്യമൊന്നുമല്ല എന്ന് മെറ്റിയോർ വിശ്വസിച്ചിരുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹിസ് സ്മോൾ സൈസ് ഹെൽപ്ഡ് ഹിം സ്ക്വീസ് ഇൻ ടു ദ ക്രാക്ക് ആൻഡ് ടേക്ക് ദ സ്റ്റക്കി സേവിങ് ദ മിഷൻ. കാരണം അവൻ്റെ ആ ഒരു സ്മോൾ സൈസ് എന്ന് പറയുന്നത്, ആ സ്മോൾ സൈസ് ആയതുകൊണ്ടാണ് അവന് ആ ഒരു ചെറിയ ആ വിടവിലേക്ക് കയറിയിട്ട് ആ സ്റ്റെക്കായി കിടക്കുന്ന കീ എടുക്കാനും അതുപോലെ ആ ഒരു ദൗത്യത്തെ രക്ഷിക്കാനൊക്കെ അവനെ കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. അവനൊരു ചെറുതായതുകൊണ്ട്, സ്മോൾ സൈസ് ആയതുകൊണ്ട് മാത്രമാണ് അല്ലേ, ബാക്കിയുള്ളവർക്കൊന്നും അതിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സ്മോൾ സൈസ് എന്ന് പറയുന്നത് ഒരു ബാഡ് തിങ് അല്ല, അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട കാര്യമല്ല എന്ന് അവന് തോന്നിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ്, വാട്ട് റിവാർഡ്സ് were Meteor received at the end? അവസാനം, സ്റ്റോറിയുടെ അവസാനം മെറ്റിയോറിന് എന്തെല്ലാം റിവാർഡ്സ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്? എന്തൊക്കെയാണ് ടെക്സ്റ്റിൽ പറയുന്നുണ്ട് അല്ലേ? മെറ്റിയോർ വാസ് ഡിക്ലെയർ ആസ് എ ഹീറോ. അവനെ ഒരു ഹീറോയായി പ്രഖ്യാപിച്ചു. അതുപോലെ ഗിവൺ എ ബ്രാൻഡ് യൂണിഫോം, അവനൊരു ബ്രാൻഡ് യൂണിഫോം നൽകി. ആൻഡ് ആൻ ഒഫീഷ്യൽ ടൈറ്റിൽ മോസ്ട്രോനെറ്റ് എന്ന് പറയുന്ന ഒരു ഒഫീഷ്യൽ പേരും അവന് കിട്ടിയിട്ടുണ്ടായിരുന്നു.